ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2252. ഇന്ന് മാർച്ച് മാസം 1-ാം തീയതി. ഈ ആണ്ടിലെ 60-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. ഇന്ന് വലിയ നോമ്പ് 14-ാമത്തെ ദിവസത്തിലെത്തി. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്നത്തെ ഞായറാഴ്ച ധ്യാന വിഷയമാക്കേണ്ട വിശുദ്ധ വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ആരംഭഭാഗമാണ്. അതെ, തളർവാദ രോഗിയെ നമ്മുടെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അങ്ങനെയാണ് എല്ലാവരും അതിനെ ഇന്നും കാണുന്നതും മനസ്സിലാക്കുന്നതും വായിക്കുന്നതും. ഒരു പുനർവായനയ്ക്ക് സാധ്യതയുണ്ടോ? അതെങ്ങനെയാണ്? മനസ്സിനകത്ത് അതിൻ്റെ തലക്കെട്ടൊന്ന് മാറ്റി എഴുതാൻ പറ്റുമോ? വേദഗ്രന്ഥത്തിലല്ല, നമ്മുടെ മനസ്സിനകത്ത് 4 ആളുകൾ ചേർന്ന് ഒരു തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുന്നു. ഒരാള് മറ്റൊരാളുടെ കാവലാകുക എന്ന ഒരു വലിയ കൂട്ടുധർമ്മം ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും ദൈവം പണ്ടേ ഏൽപ്പിച്ചതാണ്. നോമ്പുകാലം നമ്മളെപ്പോഴും മറന്നുപോയ, വിട്ടുകളഞ്ഞ, അവഗണിച്ച ആ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഉടനടി ഓടി മടങ്ങിയെത്തുക എന്നുള്ളതാണ്. എല്ലാവരോടും എന്തുമാത്രം കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരനോടുള്ള എൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്തുമാത്രം ഭംഗിയായിട്ട് നിർവഹിക്കണം. ഒരാൾക്ക് കാവലാകുക എന്നത് അയാൾക്ക് ഇടയനായിരിക്കുക എന്ന് തന്നെയാണ് സാരം. ഞാൻ നല്ല ഇടയനാണെന്ന് ആവർത്തിച്ചു പറഞ്ഞ ക്രിസ്തുയേശു ഓർത്തു നോക്കി, 4 ആളുകൾ ചേർന്ന് തളർന്നുപോയൊരു മനുഷ്യനെ സൗഖ്യപ്പെടുത്തുകയാണ്. സൗഖ്യത്തിന്റെ തീരത്തിലേക്ക് ആനയിക്കുകയാണ്. പല തലങ്ങളിൽ നമ്മൾ സഹോദരർക്ക്, സഹജീവികൾക്ക് കാവൽക്കാരാകേണ്ടതുണ്ട്. അവരുടെ ജീവനെ സംരക്ഷിക്കാനായിട്ട്, അവന്റെ സ്വകാര്യതയെ സൂക്ഷിക്കാനായിട്ട്, അവന്റെ സൽപ്പേരിനെ കളങ്കം പറ്റാതെ കാക്കാനായിട്ട്, അവനിലുള്ള നന്മയുടെ കാവലാകാനായിട്ട് എന്തുമാത്രം ഉത്തരവാദിത്വമുള്ളവരാണ്, കടപ്പാടുള്ളവരാണ്. അതിൽ ചെയ്തു തീർക്കേണ്ട കടമയല്ലേ നമ്മൾ ഓരോരുത്തരുടെയും. അത് നമുക്ക് നമ്മുടെ പരിസരത്ത് ചെയ്താരംഭിക്കാൻ ഈ ദിനത്തിലെ ഈ ഒരു സൗഖ്യ സംഭവം നമ്മളെ കുറെ കൂടി നിർബന്ധിക്കുന്നുണ്ട്. 4 ആളുകൾ അവരിൽ ഒരാളെ പോലെ ആകാനായിട്ട് 5-ാമനെ സഹായിക്കുകയാണ്. അവനെ അവരോടൊപ്പം സഹകരിപ്പിക്കുകയാണ്, ചേർത്ത് നിർത്തുകയാണ്. അതിനിടയിലേക്കാണ് ക്രിസ്തുയേശു ഇടപെടുന്നത്. അവരുടെ വിശ്വാസം കണ്ട് ആശ്ചര്യപ്പെടുന്നത്, അതിശയപ്പെടുന്നത്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.